കാരണമായുള്ള തമ്പുരാനെ, പൂവിലും കാരണമായുള്ള തമ്പുരാനെ, അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും സ്പെഷ്യൽ സ്കൂൾ എയ്ഡഡ് പദവിയിലേക്ക് എത്തും എന്നുള്ള ഇതിൽ വന്ന ആ സാഹചര്യത്തിൽ അന്ന് നിയമസഭയിലെ 58ഓളം MLA-മാരെ ഒപ്പുവെച്ച ആദ്യത്തെ അതിൽ ഒപ്പുവെച്ച വ്യക്തിയാണ് ഇന്ന് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്ന VD സതീശൻ സർ. അതുകൊണ്ട് തന്നെ അതേ സ്പിരിറ്റിൽ തന്നെ ഞങ്ങൾ ഇന്നും പ്രതീക്ഷിക്കുകയാണ് അടുത്തൊരു ജനറേഷനെങ്കിലും അല്ലെങ്കിൽ അടുത്തൊരു കാലഘട്ടത്തിൽ ഈ മേഖലയിലെ മറ്റേ ശാരീരികമായും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സ്കൂളുകൾ ഒഴികെ അന്തരരായിട്ടുള്ള ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ ഒഴികെ മറ്റെല്ലാ വൈകല്യം സംഭവിച്ച കുട്ടികളുടെ സ്കൂളുകളും ഇന്ന് എയ്ഡഡ് മേഖലയിലാണ് എന്നതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തരം സ്ഥാപനങ്ങൾ മാത്രം ID കുട്ടികളുടെ സ്ഥാപനം എയ്ഡഡ് ആക്കാൻ തീരുമാനമെടുത്തു. അതിന്റെ പിന്നിൽ അന്ന് പ്രവർത്തിച്ചത് പ്രതിപക്ഷ നേതാവ്, അന്നത്തെ ഒരു ശക്തനായ MLA എന്നുള്ള നിലയിൽ 2011-16 കാലത്ത് അദ്ദേഹമായിരുന്നു. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇനി നമുക്ക് അങ്ങനെ ഒരു അവസരം, എനിക്കൊറ്റ കാര്യം മാത്രമേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളൂ. ഇനി നമുക്കൊരു അവസരം വന്നാൽ വൈകാതെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളെല്ലാം, കാരണം സമൂഹത്തിന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിയേണ്ട, പരിഗണന കിട്ടേണ്ട ഒരു വിഭാഗമാണ്. അതിന് സാധാരണ കിട്ടുന്ന പരിഗണന പോലും കിട്ടുന്നില്ല. ഇന്ന് എല്ലാ കുട്ടികൾക്കും പഠിക്കാവുന്ന സ്കൂളിലൊക്കെ സൗജന്യമാണ്. പക്ഷെ ഇത്തരം സ്കൂളുകളോ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സ്കൂളുകളോടുള്ള പരിഗണനയാകണം ഇനി നമുക്കൊരു അവസരം കിട്ടുമ്പോൾ ഏറ്റവും നമ്മൾ മുൻഗണനയോടുകൂടി നിർവഹിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ, അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ്, എങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തൽക്കാലം ഞാനിത് ഏറ്റെടുത്താണ്. പിന്നെ എനിക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തുമ്പോൾ ഇപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം 12 വർഷം മുമ്പ് ഞാൻ ഈ സ്ഥാപനങ്ങളെ മുഴുവൻ എയ്ഡഡ് സ്ഥാപനങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ശ്രമം തുടങ്ങിയതാണ്. അതിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് വലിയ പങ്കും വഹിച്ചതാണ്. ഇസുദ്ദീൻ വളരെ വിവരിച്ചു. അപ്പോൾ അദ്ദേഹം അന്ന് ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ്, ഒരു രാഷ്ട്രീയമായ ഒരു ഐക്യം ഉണ്ടായാൽ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ഇത് തയ്യാറാക്കി ടീച്ചറെ കയ്യിൽ ഇരുന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാനൊരു നിവേദനം, അത് ഞാൻ രാവിലെ അന്ന് ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം നിയമസഭയിൽ കൊണ്ടുവന്നു. എന്നിട്ട് അപ്പോഴാണ് ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞൊരു രാഷ്ട്രീയമായ ഒരു ഐക്യം എന്നാണ്. ഞാൻ രാഷ്ട്രീയമായ ഐക്യമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. ഞാൻ എന്നിട്ട് ഇത് ഈ കത്തിൽ കാണുന്നത് പോലെ എൻ്റെ കൈയക്ഷരമാണ് ഞാൻ തയ്യാറാക്കി. ആദ്യത്തെ ഒപ്പ് ഞാനുണ്ട്. എന്നിട്ട് ഞാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. എന്താ വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഒരു രണ്ടാമത്തെ ഒപ്പ് അദ്ദേഹം കിട്ടി. ശ്രീ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിരുന്ന എല്ലാ പാർട്ടികളിലും, ശ്രീ മാത്യു ടി തോമസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളിലിരുന്ന എല്ലാവരുടെയും ഒപ്പിടിച്ചിട്ട് ഭരണകക്ഷി ഞാൻ വിടാൻ പറഞ്ഞാണ്. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളെ ഇട്ട് ഞാനടക്കം 58 പേരുടെ ഒപ്പിട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചു. ബജറ്റിന്റെ മറുപടി ചർച്ചയിൽ KM മാണി സാർ ഇത് പ്രഖ്യാപിച്ചു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഉദ്യോഗസ്ഥ ഇതുകൊണ്ട് ആ ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉത്തരവായി, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഞാൻ ഉള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കാര്യം. ശംസുദ്ദീൻ എന്നെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ഇവിടെ പറഞ്ഞു. നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ ചെയ്യാൻ പോണ കാര്യമായിരുന്നു ഒരു സംശയമില്ല. അതൊരു വാശി പോലെ കഷ്ടപ്പെട്ട് ഇറങ്ങിയിട്ട് നടക്കാതെ പോയ ഒരു കാര്യം എന്നുള്ളതിൻ്റെ വിഷമവും വേദനയും എനിക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇവിടെ വന്ന വഴി ടീച്ചറിൻ്റെ അടുത്ത് കത്താ തന്നെ 12 കൊല്ലം മുമ്പ് ഞാനിട്ട് കത്താതെ എൻ്റെ കയ്യിൽ തരുന്നത്. ഞാൻ അന്തം വിട്ട് വരും. ഉറപ്പായിട്ട് നമുക്കത് സമയമായി അത് വരും, ശരിയാവും. നമ്മൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ പറയാം, ഏറ്റവും നല്ല രീതിയിൽ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നു. ഏറ്റവും ആധുനികമായ കാര്യങ്ങൾ, ഭിന്നശേഷിക്കാരാണ് ചില കാര്യം. എല്ലാവർക്കും ഇവിടെ പായസം ഒരുക്കിയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് വേണം എല്ലാവരും പിരിഞ്ഞു പോകേണ്ടത്.
സാറൊന്ന് മധുരം കൊടുത്തോളൂ കുട്ടികൾക്ക്. ഷംസുദ്ദീൻ സാർ 4 പേർക്ക്. എല്ലാവരും പായസം കഴിച്ചിട്ട് പോകണമെന്ന് ഒന്നുകൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കുള്ള പായസവും മധുരപലഹാരവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിച്ചിട്ട് വേണം പോകേണ്ടത്. ഒന്ന് തിരിഞ്ഞു നിന്നാലും ഒരു ഫോട്ടോ എടുക്കായിരുന്നു അല്ലേ? തരാം.